കാട്ടാക്കടയിൽ വൻ തീപിടുത്തം. കാട്ടാക്കട ജംഗ്ഷനിൽ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയുടെ ഗോഡൌൺ കത്തിനശിച്ചു. വൻ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. കാട്ടാക്കട ജംഗ്ഷനിൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മഹാലക്ഷ്മി പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയുടെ ഗോഡൌണാണ് കത്തിനശിച്ചത്. പുലർച്ചെ 12:30യോടെയാണ് സംഭവം. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി 10 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. JCB ഉപയോഗിച്ച് മേൽക്കൂര ഇളക്കി മാറ്റി കത്തുന്നത് അണച്ചത്. കട പൂർണ്ണമായും കത്തിനശിച്ചു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. വ്യാപാരി വ്യവസായി അംഗമായ നമ്മുടെ മൂർത്തിയുടെ മഹാലക്ഷ്മി ഏജൻസി എന്ന സ്ഥാപനത്തിൻ്റെ ഗോഡൗണാണ് രാത്രി 1 മണിയോടുകൂടി തീ പറന്നത്. വിവിധ മേഖലയിൽ നിന്നായി 10ഓളം യൂണിറ്റുകളെത്തിയാണ് ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തിയാണ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നത്. ഇവിടെ അദ്ദേഹം കൊച്ചുനാൾ മുതൽ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ഇതിനകത്താണ് ഉണ്ടായിരുന്നത്. അതെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. വളരെ ഒരു ദാരുണമായ സംഭവമായിരുന്നു. നല്ല മഴ പെയ്യുന്ന സമയത്താണ് ഇത്രയും നാശനഷ്ടം ഉണ്ടായത് എന്നുള്ളതാണ്. ഇത് ഷോർട്ട് സർക്യൂട്ട് ആവാം എന്നാണ് അനുമാനിക്കുന്നത്. എത്ര രൂപയുടെ നഷ്ടം നഷ്ടം പൂർത്തിയായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും നല്ല ഒരു 2 കോടി രൂപയ്ക്കകത്ത് ഉള്ള നഷ്ടം ഉണ്ടാകുമെന്നാണ് എനിക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. എൻ്റെ പേര് സന്തോഷ് കുമാർ എന്നാണ്. കേരള വ്യാപാരി വ്യവസായ സമിതി കാട്ടാക്കട ജനറൽ സെക്രട്ടറിയാണ്.